Hello all, welcome to Rise Up Ethics Daily Answer Writing Program. Today is day 7 of Ethics Daily Answer Writing Program. Okay, so the question is, in the light of ethical principles, discuss how social influence and persuasion can be harnessed to eradicate social evils and promote moral transformation in society. So the question is about എങ്ങനെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ സോഷ്യൽ പെർsuasion ഉപയോഗിച്ചിട്ട് ഹൗ സൊസൈറ്റി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് അല്ലേ. സോ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് നോക്കിയേ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതേണ്ടി വരും, ഒന്നുകിൽ സോഷ്യൽ പെർsuasionനും സോഷ്യൽ ഇൻഫ്ലുവൻസും എങ്ങനെയാണ് സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന ചേഞ്ചസ് സോ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം. അതുപോലെ തന്നെ ഫസ്റ്റ് ബോഡി പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻട്രോ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് പെർsuasionനും സോഷ്യൽ ഇൻഫ്ലുവൻസും നിങ്ങൾ ഡിഫൈൻ ചെയ്യണമെന്നില്ല. കാരണം നിങ്ങളത് കംപ്ലീറ്റ്ലി ഇവിടെ ഡിഫൈൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പേസ് 2 പാരഗ്രാഫൊക്കെ ആയിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പേസ് തികയാൻ ചാൻസസ് ഇല്ല. കാരണം നമുക്കിവിടെ എങ്ങനെയാണ് സോഷ്യൽ ഈവിൾസ് എഴുതണം എന്നുള്ളതും സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എഴുതണം എന്നുള്ളത് മാറ്റുന്നു എന്നുള്ളത് 2 ഭാഗം എഴുതാനുണ്ട്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് സോഷ്യൽ ഈവിൾസിനെ ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നു ത്രൂ ഇൻഫ്ലുവൻസ് ആൻഡ് സോഷ്യൽ പെർsuasion. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മോറൽ ട്രാൻസ്ഫോർമേഷൻ ഇതിനകത്ത് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരുന്ന പാർട്സ് വരുന്നത്. മൂന്നാമതേക്ക് വരുന്ന സമയത്തേക്കും എങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, സോഷ്യൽ ഇൻഫ്ലുവൻസ് സോഷ്യൽ പെർsuasions ഇതുപോലെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വൺ ഷുഡ് നോട്ട് മിസ്യൂസ് ഇറ്റ് എന്നുള്ളതിനെ പോലെയുള്ളൊരു മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് അവസാനം കൊടുക്കാം. സോ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് പെർsuasion വെൻ റൂട്ടഡ് ഇൻ ട്രൂത്ത്, എമ്പതി ആൻഡ് ജസ്റ്റിസ് ക്യാൻ കോമ്പാറ്റ് ഡീപ് റൂട്ടഡ് സോഷ്യൽ ഇവിൾസ്. ക്വസ്റ്റ്യൻ്റെ എന്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആസ്പെക്ട്സ് തന്നെ അഡ്രസ്സ് ചെയ്ത് പോവാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫിഗേഴ്സിലേക്ക് നോക്കിക്കുക, മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ് ഷോഡ് ഹൗ മോറൽ പെർsuasion ക്യാൻ മൊബിലൈസ് കമ്മ്യൂണിറ്റീസ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് വിത്തൗട്ട് കോഷൻ. സോ വിത്തൗട്ട് കോസീവ് പവർ ഉപയോഗിക്കാതെ തന്നെ എങ്ങനെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ പെർsuasionനും തമ്മിലുള്ള യൂസ് ചെയ്തിട്ട് സോഷ്യൽ ഈവിൾസിനെതിരെ പോരാടാം എന്നുള്ളത് പോലെയൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തു. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മെറ്റഫർ പോലെ ജസ്റ്റ് എ സ്മോൾ സ്പാർക്ക് ക്യാൻ ഇഗ്നൈറ്റ് എ ഫോറസ്റ്റ്, പെർsuasion ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് റൂട്ടഡ് ഇൻ ട്രൂത്ത്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ജസ്റ്റിസ് ക്യാൻ അവേക്കൻ കളക്റ്റീവ് കോൺഷ്യസ്നസ്. Through the persuasive power of his non-violist philosophy, ഗാന്ധി ട്രാൻസ്ഫോർം മില്യൻസ് എന്ത് ചെയ്തു, മാറ്റി എന്ന രീതിയിൽ എഴുതാം. ഇനി എങ്ങനെയാണ് സോഷ്യൽ ഈവിൾസിനെ പെർsuasionനും സോഷ്യൽ ഇൻഫ്ലുവൻസും കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ഫസ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ റോൾ മോഡലിങ്ങിൻ്റെ കാര്യം പറയാം. എത്തിക്കൽ കണ്ടക്ട് റോൾ മോഡലിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വി ആർ ലീഡിങ് ബൈ എക്സാമ്പിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആളുകൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് കാണിച്ചു കൊടുത്ത് ജീവിക്കുകയാണ്. ഇപ്പോൾ മണിപ്പൂർ IAS ഓഫീസർ എന്ത് ചെയ്തു, അദ്ദേഹം തന്നെ പബ്ലിക് സർവീസിൻ്റെ ഭാഗമായി വാളണ്ടറിലി എന്ത് ചെയ്യുന്നു, ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പുള്ളി തന്നെ ഒരു റോഡ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്ന എക്സാംസൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പം പഴയ ഈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത് വിഡോ റീമാരേജിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വിഡോനെ തന്നെ മാരേജ് ചെയ്തിട്ട് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എന്താണ്, റോൾ മോഡലിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അതെന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലിവറേജിങ് ഒപ്പീനിയൻ ലീഡേഴ്സ് ചേഞ്ച് ഏജൻസ് ആയിട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും, നോർമലൈസ് പോസിറ്റീവ് ബിഹേവിയർ ടു ഗ്രേറ്റർ ഗുഡ്. ഓക്കെ, അപ്പോൾ വില്ലേജ് പഞ്ചായത്ത് ലീഡേഴ്സിന് ഹരിയാന അഡ്വക്കേറ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ ഹെൽപ്ഡ് ഷിഫ്റ്റ് ലോക്കൽ ആറ്റിറ്റ്യൂഡ് മാറിയത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പീനിയൻ ഓഫ് ലീഡേഴ്സ്, ഇപ്പം പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയും. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങളടുത്ത് മാൻ കി ബാത്തിലൂടെ ഒരു സാധനം അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ലൈക്ലി ദാറ്റ് പീപ്പിൾ വിൽ ലിസൺ ടു ദാറ്റ്. അതുപോലെ തന്നെ മാസ് ക്യാമ്പയിൻസ് എഗെയിൻസ്റ്റ് പ്രജുഡൈസ് നമുക്ക് മാസ് ക്യാമ്പയിൻസ് വഴി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ ഭാഗമായിട്ട് നമ്മൾ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ വിദ്യാ ബാലനെ പോലെയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്മോക്കിംഗ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ രാഹുൽ ദ്രാവിഡിനെ വെച്ചിട്ട് ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ട്. സോ സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് മിസ്ഇൻഫർമേഷൻ, അപ്പതി ഇതൊക്കെ മാറ്റാൻ വേണ്ടി വാക്സിനേഷനെതിരെയൊക്കെ നമുക്ക് ക്യാമ്പയിൻസ് നടത്തിയ പോലെ ചെയ്യാം. സോ മൊബിലൈസിങ് യൂത്ത് മൂവ്മെൻറ്റ്സ് വേണം ചെയ്യാൻ പറ്റും. യൂത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ സോഷ്യൽ ഇൻഫ്ലുവൻസിൻ്റെ ക്യാമ്പയിനാണ് നമ്മൾ ഇത് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സിൻ്റെ സമയത്തൊക്കെ നടത്താറുണ്ട്, സെൽഫി വിത്ത് ഡോട്ടർ. സോ സെൽഫി വിത്ത് ഡോട്ടർ എന്ന് പറയുന്ന പോലെയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യുന്നു,
കുറച്ചുകൂടി വുമൺ ഇമ്പോർട്ടൻസ് കൂട്ടുന്ന ഒരു പെർസ്വേറ്റീവ് മൂവ്മെൻറ്റ്സ് ആയിട്ട് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി പെർസ്വേഷൻ, സോഷ്യൽ മോറൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ എന്തൊക്കെയാണ് എമ്പതി ബേസ്ഡ് ഡയലോഗ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ട്രസ്റ്റ് ഫോർ ചേഞ്ചസ് കാര്യങ്ങൾ, ഇപ്പോൾ നാഗാലാൻഡ് പീസ് ടോക്സ് ഇൻവോൾവ് ഡയലോഗ് വിത്ത് ഇൻസർജൻറ്റ് പെർസ്യൂഡിങ് ദം ടുവേർഡ്സ് ഡെമോക്രാറ്റിക് പ്രോസസ് എന്ന് പറയാം. അല്ലെങ്കിൽ റാഷണൽ അപ്പീൽ ടു വാല്യൂസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. റാഷണൽ ഡിസ്കഷൻസ്, ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ദേ വോണ്ട് pursue just because of you talk to them something, right? അവരെന്ത് ചെയ്യും, അവർ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് തിരിച്ച് ചോദിക്കും. സോ അങ്ങനെയൊക്കെ നമുക്ക് റാഷണൽ ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് അണ്ണാസാരൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നഡ്ജിങ് ടുവേർഡ്സ് എത്തിക്കൽ ചോയ്സസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ എത്തിക്കൽ ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ബിഹേവിയറിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ബെനഫിറ്റ്സ് കിട്ടുന്ന പോലെ. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ നമ്മൾ പലപ്പോഴും കേരളത്തിലൊക്കെ കാണുന്നതാണ്, നമ്മൾ ഈ ഹെൽമെറ്റ് ഇടുന്നവർക്ക് മിഠായി കൊടുക്കുക വഴി പോലീസ് തടഞ്ഞു നിർത്തിയിട്ട്. പോലീസ് തടഞ്ഞു നിർത്തുന്നത് തന്നെ ചെറിയൊരു പ്രശ്നം, ആളുകൾക്ക് പ്രോബ്ലമാണ്. എന്നാലും എന്ത് ചെയ്യാറുണ്ട്, തടഞ്ഞു നിർത്തിയിട്ട് മിഠായി കൊടുക്കുന്ന ഏർപ്പാടൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതെന്താണ്, നഡ്ജ് ചെയ്യാണ്. നമ്മൾ ആ ഒരു ബെനിഫിറ്റ് നമ്മളൊരു അത് ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുമ്പോൾ, കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ടോയ്ലറ്റ് ഉണ്ടാകുന്ന വീടുകളിൽ മാത്രമേ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുള്ളൂ. അപ്പോൾ ടോയ്ലറ്റ് ഉണ്ട് എന്ന് പറയുമ്പം നമുക്കൊരു പ്രൗഡായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് പറയുന്നത് നഡ്ജിങ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആവാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നെയിമിങ് ആൻഡ് ഷെയ്മിങ്. ഇപ്പോൾ ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകൾ ഒക്കെ ലിസ്റ്റ് എന്ത് ചെയ്യും, പഞ്ചായത്തിൽ ഒട്ടിക്കും എന്ന് പറയുമ്പോൾ ഒരു നെയിമിങ് ആൻഡ് ഷെയ്മിങ് നമുക്ക് അവിടെ വരാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റോറീസ് ടെല്ലിങ്, കൾച്ചറലൊക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മൂവീസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ പെർസ്വേഷനും ഇതൊക്കെ കാണിക്കാൻ പറ്റും. ഇഫ് സോ സോഷ്യൽ പെർസ്വേഷനും പെർസ്വേഷനും സോഷ്യൽ ഇൻഫ്ലുവൻസും ഇഫ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് എത്തിക്കലി, ഇതെന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്തും സോഷ്യൽ ഇൻഫ്ലുവൻസും സോഷ്യൽ പെർസ്വേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മാനിപ്പുലേറ്റീവായിട്ട് നമ്മൾ ഈ കൊമേഴ്ഷ്യൽസിനൊക്കെ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കാണുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ ദേ വിൽ ഓൾസോ പെർസ്യൂ പീപ്പിൾ. But it's kind of a manipulation most of the time, not everyone. So most of the time they are not even studying the harmful effects of the products they are promoting. Sometimes they are even promoting games like Dream 11. So these are കംപ്ലീറ്റ്ലി അൺഎത്തിക്കൽ ആസ്പെക്ട്സ് ആണ്. സോ ഇങ്ങനെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള പ്രാക്ടീസസ് ഇൻ പ്രൊപ്പഗണ്ട, കമ്മ്യൂണൽ ഇൻസൈറ്റ്മെൻറ്റ്, എത്തിക്കൽ പെർസ്വേഷൻ ഗ്രൗണ്ടഡ് ഇൻ ഓണസ്റ്റി, എമ്പതി, ജസ്റ്റിസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൺക്ലൂഷൻസിലേക്ക് ഇവിടെ എത്താൻ പറ്റും. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു ആൻസറിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു സോ മച്ച്.